വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ അങ്ങനെ ആ ദിവസം വന്നെത്തിയിട്ടോ. മീറ്റപ്പിൻ്റെ ആദ്യമായിട്ടാണ് നമ്മൾ മീറ്റപ്പിന് പോണത്. യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പ് ആദ്യമായിട്ടാണ്. അന്ന് നമ്മൾ വീടൊരിക്കൽ ഫംഗ്ഷനിൽ എല്ലാവരും കുറച്ച് പേരെ കണ്ടുള്ളൂ. അപ്പോൾ ഇനി മുഴുവനായിട്ടുള്ള എല്ലാവരും കാണാൻ പോകും കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും വരും. അപ്പോൾ നമ്മളൊക്കെ ഇതാ പെരുന്നാളിൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. റിൻഷി ഒരുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റെജ്കുട്ടി ഇതാ അവൾക്ക് വെള്ളം ഇട്ട് കൊടുത്താൽ നോക്ക് എന്താ നോക്ക് റിൻഷി വൈറ്റ് ഇട്ട് കൊടുത്താൽ അവരൊക്കെ ചളിയാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാത്തിമക്കുട്ടിക്ക് മറ്റേ വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു. റെജ്കുട്ടി ഇങ്ങോട്ട് തരി. അവൾക്ക് ഉറക്കക്ഷീണം മാറി. ഫാത്തിമക്കുട്ടി ഹായ് പറ. അസ്സലാമലൈക്കും പറ. അസ്സലാമലൈക്കും പറ ഹായ് പറടി. അയ്യേ നമ്മൾ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ റഹീസ് കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. റിയാസ് കഥ ഒരുങ്ങാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ. മാക്സിമം എല്ലാവരും ഇപ്പോൾ നമ്മൾ 5000 വ്യൂസ് സെറ്റ് ഉണ്ട് ആ വീഡിയോക്ക്. പക്ഷേ ഈ 5000 ആൾ ഒരു 50 രൂപ വെച്ചിട്ടാണെങ്കിൽ 25,000 ആയിട്ടുണ്ടാവും. പക്ഷെ ആരും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല കേട്ടോ. ഒരു 10 രൂപ അതുപോലെ 1 രൂപ ഇടുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ആ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് സ്ഥലം വാങ്ങണം എന്നൊരാഗ്രഹം. അപ്പോൾ എന്തായാലും കുഞ്ഞുനാൾ മുതലേ ഇരിക്കാൻ വീടില്ല. അപ്പോൾ മക്കൾക്കെങ്കിലും ഇനി ഇരിക്കാനൊരു വീടാക്കണം എന്നൊരാഗ്രഹം. ഇതെന്ത് ഭാഷയുടെ വിളിച്ച് അറബി. അപ്പോൾ ഫാത്തിമക്കുട്ടി അറബിയൊക്കെ പറയും കേട്ടോ. അതിന് കുറച്ച് അറബിയൊക്കെ പറയൂ അല്ലേ ഫാത്തിമക്കുട്ടി? അപ്പോൾ റിൻഷി മോളിതാ ഡ്രസ്സ് മാറ്റിയില്ല കേട്ടോ. തലയൊക്കെ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. കൈ മാറ്റേ. അപ്പോൾ അവളിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണിച്ചു കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അടിപൊളി മഴ. നല്ല അവിടെ ആണെങ്കിൽ നമുക്ക് മഴ പെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. ഇവിടെ ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മഴൻ്റെയൊക്കെ അറിയും. എന്താ ഒരു മീറ്റപ്പിന് പോകണല്ലേ? എന്റെ ഫ്രണ്ടിന് ഭർത്താവും ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടാവും. ജംഷീസ് വ്ളോഗാണ്. ജംഷീസ് വ്ളോഗ് എല്ലാവരും കാണും. ബെസ്റ്റ് ഫ്രണ്ടാണ്. ചെറുപ്പം പോലെ ഒന്നിച്ച് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒന്നും കൂടി അവിടെ നിർത്തേണ്ടി വരും. എടുത്തോണ്ടിരിക്കാണ്. പറഞ്ഞോ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞോ ബസ്സില്ല. ഞങ്ങളതാ മീസക്കാരനെ കണ്ടു. ഓക്കെ ആയിക്കോട്ടെ. റെഡി. അതൊക്കെ എപ്പോഴും വന്നാലല്ലേ അറിയാം. ഇതാ എൻ്റെ കുട്ടി, ഇതാ സുന്ദരി കുട്ടി വന്നു സാറേ. തെങ്ങി മോളെ സുന്ദരി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് വീഡിയോ എടുത്ത് ചെരുപ്പിടൂല. ഇവരൊക്കെ വ്ളോഗർമാരാണ്. എല്ലാം തന്നെ എടുക്കട്ടെ. നിൽക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ പത്തിരിപ്പാല അൽവാ സ്റ്റേഷൻ ഹാളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നടത്തണം നമ്മളെ വിളിച്ച് നടത്തിയത് നമ്മുടെ വൈറ്റ് ആൻഡ് സെവൻസ് ഫോട്ടോഗ്രാഫി അവരാണ് കേട്ടോ. അവരാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ ക്ഷണിച്ചത്.
എത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. 9 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ എത്തി. 9:30 ആകുമ്പോഴത്തേന് എത്തിയിട്ടോ. അപ്പോൾ അവർ 9 മണിക്കാണ് എത്താൻ പറഞ്ഞത്. പിന്നെ നമുക്കിതാ കഴുത്തിലിടാനുള്ള ടാഗൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊമൻറ്റോ തരും, ലാസ്റ്റ് തരും കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ. പിന്നെ നമ്മുടെ ഏറ്റവും നല്ല അടിപൊളി ഇതാ കാണുക കേട്ടോ, ഇവൻ്റെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം കാണാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വ്ളോഗർമാരാണ് ഇവരൊക്കെ, നമ്മളെക്കാട്ട് വലിയ വലിയ വ്ളോഗർമാരാട്ടോ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി, നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറുക കേട്ടോ. മുകളിലാണ് നമ്മൾ അവിടെ ഒരുക്കിയിരിക്കണ ഹാള്. അപ്പോൾ ഇതാ നമ്മുടെ കഴുത്തിൽ ടാഗൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതാട്ടോ ആൾ ഡാൻസ് ചെയ്യുന്ന ആൾ, ഇപ്പോൾ പേരെന്താണെന്നുള്ളത് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത് ഇത്രയും ദൂരം. പിന്നെ അവിടെ എന്താ പറയുക, ഫുൾ AC സെറ്റപ്പാട്ടോ. എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള അവിടെ ഇതിനൊക്കെ നല്ല ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവർ ഇതാ ആ ഡാൻസുകാരി കേട്ടോ, വലിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. പേരെന്തോ പറഞ്ഞു, എനിക്ക് മറന്നുപോയി പേരെന്താണെന്നറിയില്ല. അപ്പോൾ അതാ ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങിയിട്ട് ഉള്ളിൽ. അപ്പോൾ അവൻ്റെ കുറച്ച് കഴിഞ്ഞ് അവൻ്റെ പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതിനുള്ളിൽ കയറിയപ്പോൾ. ഫുൾ AC ആണ്. അപ്പോൾ എന്തായാലും AC തൊണ്ടയ്ക്ക് ഒരു ഇതായി കേട്ടോ. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് കയറി താഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. ഇവിടെ കല്യാണങ്ങളും എൻഗേജ്മെൻറ്റൊക്കെ നടത്തുന്ന ഒരു ഫംഗ്ഷൻ നടത്തുന്ന കാണാൻ തോന്നുന്നു. അപ്പോൾ ഇത് നിറയെ ഗിഫ്റ്റൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് നല്ല റോയലായിട്ട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഞങ്ങളും എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പാട്ടിനും ഡാൻസിനുള്ള സെറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാനും റിയാസ്കിയൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ. ഫസ്റ്റ് പോയി സീറ്റ് പിടിച്ചു. പിന്നെ നമുക്ക് ഫുഡിനും നമുക്കൊരു പാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ആൾക്കാരാണ് വരുന്നതെന്നുള്ളതിനുള്ള ഒരു ഫുഡ് പാസ് ഉണ്ട്. പിന്നെ നമുക്ക് ടാഗ് തരും. അങ്ങനെ കുറേ എന്താ പറയുക, നല്ലൊരു നിങ്ങൾ ഏവർക്കും വേണ്ടി വൈറ്റ് ഹാറ്റ്സ് നിങ്ങൾ അറിയിച്ചിരിക്കുന്ന പാലക്കാട് ബ്ലോഗ് ഓണം 2025ലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബ്ലോഗേഴ്സായിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സുപരിചിതരാണ്, നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ സുപരിചിതരാണ്. ബിക്കോസ് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റർ സ്ക്വാഡിന് വേണ്ടി വൈറ്റ് ഹാറ്റ്സ് ഇത്രയും സന്തോഷത്തോടെ അറിയിച്ചിരിക്കുന്ന ഈ വളരെ
വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കും. ആ രൂപീകരണം കളിക്കട്ടാ സത്യത്തിൽ ഇത്രയും ഒരു ഓഫീസർ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു. പാലക്കാടുള്ള കണ്ണനെ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ദീപം ശാന്തിയും സമാധാനവും പരത്തുന്ന ദീപം തെളിയിച്ചുകൊണ്ട് മധുരദീപം തെളിയിച്ചുകൊണ്ട് പാലക്കാട് ഓണം 2025 ഔപചാരികമായി നമ്മുടെ ഈ വേദിയിൽ തുടക്കമായിരിക്കുകയാണ്. ഇന്ന് അപേക്ഷ സ്വീകരിച്ച് അവിടേക്ക് ചേർത്തുള്ള പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫോറം, ഒപ്പം നമ്മുടെ മീഡിയ, നമ്മുടെ കലാകാരന്മാർ എല്ലാ വ്യക്തികൾക്കും ഒരുപാട് സന്തോഷത്തോടുകൂടി ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആദ്യം വന്നത് ഹക്കീമാണ്. സോ അത് ഇത്രത്തോളം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തൊട്ട് പുറകെ എവിടെ ടച്ച് ചെയ്തു നോക്കി കാണിച്ചേ, എവിടെ ടച്ച് ചെയ്തു കാണിച്ചേ, തിരിഞ്ഞു കാണിച്ചേ. ഞാൻ ഒരുപാട് സന്തോഷം. കാരണം ആദ്യത്തെ ഒരു പ്രാവശ്യം
നല്ല അത് കഴിഞ്ഞ ശേഷം കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നല്ലൊരു ഓണസദ്യ ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് നമ്മൾ കണ്ടത് ഒരു മാജിക് ആട്ടോ. മാജിക് കോഴിക്കോട് നിന്ന് വന്ന ഒരാളാണ്. അടിപൊളിയായിട്ട് 2 മാജിക് കാണിച്ചു കേട്ടോ. നല്ല സൂപ്പറായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മുടെ ഡാൻസൊക്കെ കണ്ട് പിന്നെ അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. നല്ല ബോളി പായസമൊക്കെ കൂട്ടി നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു കൂട്ടാം. നല്ല റോയാണ്, നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡാൻസും കുറച്ച് പാട്ടും പിന്നെ ലാസ്റ്റാട്ടോ നമുക്ക് മൊമെൻ്റ് വരുന്നത്. അപ്പോൾ നല്ല ലൈറ്റും ഇതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. നല്ലൊരു പരിപാടി നമുക്ക് വേണ്ടി ഒരുക്കിയ വൈറ്റ് ആർട്സ് ഇവനിൽ നല്ലൊരു നന്ദി പറയുക കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ഇത് നമുക്ക് ക്ഷണം തന്ന് ഇവിടെ എത്തി എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിലും ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ നമുക്ക് അവരുടെ വക ഒരു മൊമെൻ്റോ കിട്ടി. അപ്പോൾ അതിൽ കൂടുതൽ സന്തോഷമായി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് എടുത്തുനിന്ന് മാത്രം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊമെൻ്റൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ചാമിച്ചനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചാമിച്ചൻ 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൊമെൻ്റോ ആണ് കേട്ടോ. അത് എത്രയും പേരുടെ മൊമെൻ്റോ ആണ്. നമസ്കാരം, ചാമിച്ചനാണ്. ഫാസില റിയാസ് എന്നാണ് ചാനലിൻ്റെ പേര്. ഏതാണ്? ഫാസില റിയാസ്. ഫാസില റിയാസ് എന്ന ചാനലിൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. എല്ലാവരും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ എഴുതണം, ലൈക്ക് ചെയ്യണം കേട്ടോളെ. സന്തോഷം, ഗംഭീരമാവട്ടെ. അപ്പോൾ സന്തോഷം. അങ്ങനെ ചാമിച്ചനും നമുക്ക് വേണ്ടി സംസാരിച്ചു. പിന്നെ നമ്മൾ മൊയിനിക്കാനൊക്കെ കണ്ടുട്ടോ. ഫാത്തിമാനായിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പരിപാടി അധികം ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ അധികം നിന്നില്ല കേട്ടോ. വേഗം വന്നു. നമ്മുടെ മൊമെൻ്റ് കിട്ടിയതും വന്നു കേട്ടോ. പിന്നെ അവർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പതിലൊന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവസാനം ഞാനിതാ ഒരു മൊമെൻ്റ് കൂടി കാണി നമ്മൾ ഇറങ്ങിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതാ ഞങ്ങൾ പോകാൻ ഒരുങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ മൊമെൻ്റ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.